ഹായ് ഹലോ നമസ്തേ കപ്പിൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നാളെ ക്ലാഷ് റിലീസ് ആണ് 3 സിനിമകൾ. അതിനകത്ത് ബസ്സൊക്കെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാനുള്ളത് ആലപ്പുഴ ജിംഖാനയുടെ നമ്മുടെ എക്സ്പെക്ടേഷൻ എങ്ങനെയാന്നുള്ളതാണ്. എക്സ്പെക്ടേഷനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമേ ഖാലിദ് റഹ്മാന് ജസ്റ്റ് ഒരു ചെറിയൊരു ക്ലിപ്പ് പോലെ പറഞ്ഞു സ്റ്റോറി എന്താണെന്ന്. അതായത് ഒരു കോളേജിലോ സ്കൂൾ കാലഘട്ടത്തില് വരുന്ന കുറച്ച് പയ്യന്മാരെ സ്റ്റോറിയാണ്. അവരൊരു സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ വാങ്ങിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ വാങ്ങിക്കുമ്പോൾ അവർ ഏത് സ്പോർട്ട് തിരഞ്ഞെടുക്കും എന്നുള്ളതിൽ വരുമ്പോൾ അവർ ബോക്സിംഗ് തിരഞ്ഞെടുത്തു. ബ്രീഫ് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിന്റെ എക്സ്പെക്ടേഷൻ എന്താണ് ഈ പടത്തില്? എടാ അത് തന്നെ, പുള്ളി ഇങ്ങനെ ഫുള്ള് കഥയും അങ്ങനെ റിവ്യൂലാക്കി പറയണമെങ്കിലേ വെറുതെ കഥയിൽ പോണ ഒരു സിനിമ അല്ല. പുള്ളിയുടെ മേക്കിങ്ങിലും അതിന്റെ എഡിറ്റിംഗ് വെച്ചിട്ടാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു വെറൈറ്റി കാണണം. അല്ലാതെ കഥ വന്നിങ്ങനെ പറയൂല ആരും. അത്രയും കോൺഫിഡൻസ് ഉണ്ട്. കഥ പറഞ്ഞാലും സിനിമയെ ബാധിക്കുന്ന ഒരു കോൺഫിഡൻസ് ഖാലിദ് റഹ്മാനുണ്ട്. അതാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ തല്ലുമാലയിലേക്ക് വരുമ്പോഴേ തല്ലുമാലയിലെ എഡിറ്റർ ബ്രില്യന്റ് ആയിരുന്നു. പക്ഷെ പുള്ളി മരിച്ചിട്ട് ഇപ്പോഴത്തേക്ക് വരുമ്പോ ഇപ്പോഴത്തെ എഡിറ്ററിന് അത്ര ലെവലിലോട്ട് എത്താൻ പറ്റുമോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പുള്ളിയുടെ ഇതിന്റെതും ആ പുള്ളി തന്നെ അല്ലേ? അല്ല, അത് ഇതൊക്കെ അല്ല ഹാഫ് ഈ സിനിമ തുടരും. ഇതൊക്കെ പകുതിയിൽ നിൽക്കുമ്പോഴല്ലേ പുള്ളി മരിക്കണം. അപ്പൊ ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്ത് കാണൂല. അപ്പൊ അങ്ങനെ നോക്കുമ്പം ഖാലിദ് റഹ്മാനും ആ എഡിറ്ററിന്റെ കോംബോ എന്ന് പറയുന്നത് ഒരു ഭയങ്കര സെറ്റ് കോംബോയാണ്. ഇതിനകത്ത് ഈ നസ്ലന്റെ ഒക്കെ ആ ഒരു എന്താണ് ഒരു എന്റർടൈൻമെന്റ് വശം ആണ്. അത് കൊടുത്തുമായിരിക്കും. നല്ല മേക്ക് ഓവർ ഒക്കെ നടത്തിയില്ല. അത് പറയണം, എല്ലാരും നല്ല മേക്ക് ഓവർ നടത്തിയിട്ടുണ്ട്. പിന്നെ ലുക്മാൻ വലിയ ചില കോച്ച് ആയിട്ടൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഇതിലാരും നമ്മൾ പ്രതീക്ഷിക്കാത്ത റോളുകളാണ് എടുത്തേക്കണം. അതുകൊണ്ട് ചിലപ്പം ഒരു പാട്ടൊക്കെ ഇറങ്ങിയിരുന്നു. അപ്പൊ നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു സാധനമായിരിക്കും ഖാലിദ് റഹ്മാൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കുന്നു. ഈ ക്ലാഷ് റിലീസ് ഇറക്കിയോണ്ടാണ് ഇപ്പം 3 സിനിമയെ കൊള്ളാമെങ്കിൽ ഏതിനെ പോകുന്നൊരു ഡൗട്ട് വരും എല്ലാവർക്കും. അത് 3 സിനിമയെ ഒരുപോലെ ബാധിക്കുകയും ചെയ്യും. അതെ, തീർച്ചയായിട്ടും. അത് പ്രത്യേകിച്ച് ഈ 3 സിനിമയും അത് അടിപൊളിയാണെന്ന് വിചാരിച്ചു. അത് ഓണ ടൈമില് ഇപ്പൊ വേറെ നമ്മൾ കുറച്ച് ജനറേഷൻ ഉള്ളവർ കൂടുതലും ജിംഖാനയ്ക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ബാക്കിയുള്ളതിന്റെ കളക്ഷന് അതിനെ ബാധിക്കും. അപ്പൊ നമ്മള് പക്ഷെ മിക്കുള്ളവരും അപ്പൊ അത്രയ്ക്ക് സിനിമ ഇത് നോക്കണ ആൾക്കാരാണെങ്കിൽ 3 കാണും. ഇപ്പൊ എല്ലാരും അങ്ങനെ സ്ഥിരം അതന്നെ ക്രൈസ് ഉള്ളവരാണെങ്കിൽ 3 കാണും. പക്ഷെ ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ചിലപ്പോ ഒരു പടത്തിന് പോകാനുള്ള ബഡ്ജറ്റ് അവരെ കയ്യിൽ കാണത്തുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇത് വെക്കാതിരുന്നത് വളരെ മോശമായിരുന്നു. ഇത് 3 വേണ്ടായിരുന്നു. അല്ലെങ്കിൽ 1 വെച്ച് മതി. 2 ക്ലാഷ് ആയാലും പിന്നെ കുഴപ്പമില്ല. ഇതിപ്പോ 3 കണ്ടെടുത്ത് വെച്ചോളം നല്ല സിനിമകള്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ വെക്കേഷൻ ടൈമും കൂടെ ആയതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു പ്ലാനിലേക്ക് വന്നത്. പിന്നെ നമ്മള് 3 സിനിമയെ 3 ഇതായിട്ട് തന്നെ നമ്മൾ പറയണം. എന്നാലും എല്ലാത്തിലും ഇപ്പൊ നല്ലൊരു എക്സ്പെക്ടേഷൻ വശമുണ്ട്. ബസൂക്ക ആയാലും മരണമാസില് ഒന്നും കാണാതെ ടോവിനോ അങ്ങനെ ഒരു ഇതിൽ വരുമെന്ന് എനിക്ക് തോന്നണില്ല. അതിന്റെ ഒരു നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ ജിംഖാന കുറെ നാൾക്ക് ശേഷമാണ് ഖാലിദ് റഹ്മാന്റെ പടം വരുന്നത്. അത് ഇത്രയും പയ്യന്മാരെ കോംബോ വെച്ചിട്ടുണ്ട്. പയ്യന്മാരെ കോംബോ കൊണ്ടുവരുമ്പോ തന്നെ ഖാലിദ് റഹ്മാൻ എപ്പോഴും സക്സസ്ഫുൾ ആണ്. അതുകൊണ്ട് ശരിയല്ല. ഞാൻ നോക്കി എന്റെ ഉണ്ടയിലായാലും കുറെ ഉണ്ട സിനിമയിലും എല്ലാരും കൂടെ ചേർന്നൊരു ഫ്രെയിം ഉണ്ട്. എടുത്ത് പറയണം കേട്ടോ, ഉണ്ട സിനിമ ഖാലിദ് റഹ്മാന്റെ ആണെന്ന് പലർക്കും അറിഞ്ഞൂടാ. ഞാൻ ഈ ഇടയ്ക്കാണ് അത് ചോദിച്ചപ്പോ ഉണ്ട സിനിമ ഖാലിദ് റഹ്മാന്റെ ആണ്. അപ്പൊ അങ്ങനെ ഒരു അതുപോലെ തന്നെ ഈ തല്ലുമലയില് അതുപോലെ പയ്യന്മാരെല്ലാം കൂടെ നമ്മള് എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. എങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് കൊണ്ട് സെറ്റാണ് ഖാലിദ് റഹ്മാൻ. അതുപോലത്തെ ഒരു ഗ്യാങ് വെച്ച് നോക്കുമ്പോ ഇതും അതേ ഒരു മെത്തേഡിൽ തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. പിന്നെ നമ്മള് നോക്കുകയാണെങ്കിൽ പിന്നെ മരണമാസ് അല്ലേ, മരണമാസിന്റെ കാര്യം കൂടെ പറയാം. മരണമാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് കുറച്ച് വെറൈറ്റി പടാവാനാണ് ചാൻസ് കൂടുതലും. അതിനകത്ത് ഈ ടിപ്പിക്കൽ ഒരു സ്റ്റോറി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു കിടിലം വിഷയത്തിനെ കുറിച്ച് അത് നല്ല രീതിയിൽ പറയാൻ ഉണ്ട്. ഒരുപാട് കോമഡി കേറ്റി അവസാനം കയ്യിൽ നിന്ന് പോകുന്നു ഇതുണ്ട്. ലാസ്റ്റ് പൈങ്കിളി കണ്ട ടൈമില് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കൂടുതൽ കേറ്റി എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് കൊടുത്ത് അത് ഇത്തിരി കൂടെ ഓവറായി പോയി സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോ. അപ്പൊ അതുപോലെ മരണമാസമൊക്കെ പോയാലും വൃത്തികേടാവും. എന്തായാലും നമുക്ക് അറിയാം, നാളെ നോക്കാം എന്തായാലും. അപ്പൊ എന്താണ് ഈ 3 പടത്തില് പിന്നെ ഗുഡ് ബൈഡ് അഗ്ലിയും കൂടെ ഉണ്ട്.
അതും ഇതിന്റെ ഇടയ്ക്ക്. അത് പിന്നെ നമ്മളെ അവരെ ഇതാണല്ലോ. അപ്പൊ എന്താണ് നിങ്ങൾ ഈ 4 പടത്തിൽ നിങ്ങൾ ഏത് പടത്തിന് പോകുന്നത് താഴെ കമന്റ് ചെയ്യണം. അപ്പൊ എന്തായാലും പുതിയൊരു വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടനെ വരാം. Until then, ലൈൻ കട്ട്.